അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കും 100% തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതിയ തീരുവ ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരും. അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ച് മരുന്നുൽപാദനം നടത്തുന്ന കമ്പനികൾക്ക് ഈ തീരുവ ബാധകമല്ലെന്നും ട്രംപ് പറഞ്ഞു. ബ്രാൻഡഡ്, പേറ്റന്റഡ് മരുന്നുകൾക്കാണ് പുതുക്കിയ തീരുവ. പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണികളിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അക്ഷയ് ചേരുന്നുണ്ട്. അക്ഷയ്, ഒരുപക്ഷെ ഈ മോദിയുടെ ഫ്രണ്ട് തുടരെ ഇന്ത്യക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ 100% തീരുവ. ഇന്ത്യയിലെ നിരവധി അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്, അവർക്കൊക്കെ വലിയ തിരിച്ചടിയാകുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും സിജു, എന്തായാലും ഇന്ത്യക്ക് വളരെ ആഘാതം തന്നെ ഏൽപ്പിക്കും ട്രംപിന്റെ ഈ പുതിയ തീരുമാനം. എന്തായാലും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് ഇനി മുതൽ 100% തീരുവ ഏർപ്പെടുത്തുന്നു എന്നാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രഖ്യാപനം. ട്രൂത്ത് സോഷ്യലിലൂടെ, ട്രംപിന്റെ സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇക്കാര്യം ട്രംപ് എന്തായാലും അറിയിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ പ്ലാന്റ് സ്ഥാപിച്ച് മരുന്ന് ഉൽപ്പാദനം നടത്തുന്ന കമ്പനികളെ ഇത് ബാധിക്കില്ല. മറിച്ച് അമേരിക്കയിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് മരുന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെയും കമ്പനികളെയും ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബ്രാൻഡഡ് മരുന്നുകൾക്കും അതോടൊപ്പം തന്നെ പേറ്റന്റഡ് ആയിട്ടുള്ള കമ്പനികൾക്കും ഒക്കെയാണ് ഇത് വലിയ ആഘാതം ഏൽപ്പിക്കുക ഈ തീരുമാനം. എന്തായാലും ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണികളിലൊക്കെ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ അടക്കമുള്ള രാജ്യങ്ങളിൽ വളരെ വലിയ തോതിൽ ഈ തീരുമാനം ആഘാതമേൽപ്പിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും പാകിസ്ഥാനിലെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറുമായിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന ഈ ഒരു തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇന്ത്യയുമായിട്ട് തെറ്റിയിരുന്ന ട്രംപ് ഈ അടുത്ത ഇടയ്ക്കാണ് നരേന്ദ്രമോദിയെ വീണ്ടും സുഹൃത്ത് എന്ന തരത്തിലൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി